ഹായ് ഗായ്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കണമെന്ന് വിചാരിക്കുന്നു. ഞാനും സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ ഇന്നൊരു സാറ്റർഡേ ആണ് ആൻഡ് വർക്കൊന്നുമില്ലാതെ ചില്ല് ചെയ്തിരിക്കുന്ന ഒരു ദിവസം. വേറെ പ്രത്യേകിച്ച് പ്ലാൻസ് ഒന്നും ഇല്ലാത്തൊരു ദിവസമായിരുന്നു. അപ്പോൾ പെട്ടെന്ന് ഉച്ച കഴിഞ്ഞു ഫുഡൊക്കെ കഴിച്ചിരുന്നപ്പോൾ എനിക്ക് ഹെയർ സ്പാ ചെയ്താൽ കൊള്ളാമെന്നൊരു തോന്നൽ. കാരണം എൻ്റെ ഹെയർ ഭയങ്കര ഫ്രിസി ആയിക്കൊണ്ടിരിക്കുകയാണ്, കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ എന്നാൽ ഒരു ഹെയർ സ്പാ കൊടുത്ത് ഹെയറിന് ഇച്ചിരി നറിഷ്മെൻ്റ് ഒക്കെ ചെയ്താലോ എന്ന് തോന്നി. പണ്ടൊക്കെ ഇടയ്ക്കിടയ്ക്ക് ചെയ്യുമായിരുന്നു, ഇപ്പോൾ കുറച്ചധികം ഡിലേ ആയിട്ടുണ്ട്. ഒരു 6 മന്ത് മുമ്പാണ് ഞാനൊരു ലാസ്റ്റ് ഹെയർ സ്പാ ചെയ്തത്. അപ്പോൾ എന്തായാലും പെട്ടെന്നിട്ട് പ്ലാൻ ആയതുകൊണ്ട് തന്നെ നിങ്ങളെയും കൂടെ കൂട്ടാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ഞാൻ ആദ്യം പോയി ഒന്ന് റെഡി ആവട്ടെ, എന്നിട്ട് നമുക്ക് നേരെ ഹെയർ സ്പായ്ക്ക് പോവാം. മുടി എന്തായാലും ചെയ്യാൻ പോകാണല്ലോ, അപ്പോൾ പിന്നെ പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ല. ഞാൻ ഇതൊന്ന് കെട്ടി വെക്കുന്നു. ലിപ്സ്റ്റിക് ഇടാം, ദാറ്റ്സ് ഇമ്പോർട്ടൻറ്റ്. വേറെ ഒന്നും ചെയ്തില്ലെങ്കിലും. ബ്ലഷ് ഇടണോ? വേണ്ട, വാച്ച് മൂടിയിട്ടേക്കാം. ഒരു കമ്മലിടാം അല്ലേ? ലിഫ്റ്റൊക്കെ കയറി, പക്ഷെ അതേപോലെ തിരിച്ച് വന്ന്, കാരണം അത് ഈ സാധനം എടുക്കാൻ മറന്നായിരുന്നു. അപ്പോൾ ഒന്നുകൂടിയും പോട്ടെ. ലേറ്റായിട്ടുണ്ട് ആസ് യൂഷ്വൽ. 4 മണിക്ക് എത്തുന്ന പറഞ്ഞത്. പിന്നെ ഇവിടെ വലിയ തിരക്കൊന്നും ഇല്ലാത്തതുകൊണ്ട് കുഴപ്പമില്ല. ഗ്രീൻ ട്രെൻഡ്സിലേക്കാണ് കേട്ടോ പോണേ. ഞാൻ പറഞ്ഞല്ലോ, ജസ്റ്റ് ലാസ്റ്റ് മിനിറ്റ് ഇട്ട പ്ലാൻ ആണല്ലോ, അപ്പോൾ നമുക്ക് വേഗം പോവാം. ആൻഡ് ഫൈനലി ഇതേ നമ്മളെത്തി. നമുക്ക് നേരെ നോക്കാം. നിങ്ങൾക്ക് അറിയാമല്ലോ ഹെയർ സ്പായുടെ പ്രൊസീജിയറൊക്കെ, അപ്പോൾ പിന്നെ ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. ജസ്റ്റ് എന്നാലും നോക്കാം. എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ ഇടും, അല്ലെങ്കിൽ വീഡിയോ എടുത്തില്ല. ഇത് നമ്മളിപ്പോൾ ഇവിടെ വന്നു. അവർക്ക് സ്പെഷ്യൽ ഓഫേഴ്സൊക്കെ ഉണ്ട്. എന്നെ അതിൽ വീഴ്ത്താൻ നോക്കി, പക്ഷേ നമ്മളൊന്നും തീരുമാനിച്ചു വന്നല്ല, അതുകൊണ്ട് ഞാൻ വീണില്ല. പിന്നെ എനിക്ക് ബോട്ടോക്സ് ഒന്നും ചെയ്യാൻ താല്പര്യമില്ല. ഇപ്പോൾ ഒരു പ്രാവശ്യം ചെയ്ത് എനിക്ക് അനുഭവിച്ചിട്ടുണ്ട്. പിന്നെ എനിക്ക് ഹെയർ കട്ടും കളറിങ്ങും വേറെ പ്ലാൻ ഉണ്ടല്ലോ, അതുകൊണ്ട് നമ്മൾ ചെയ്തില്ല. സോ ഇപ്പോൾ ഫ്രിസ് ട്രീറ്റ്മെൻറ്റാണ് എടുത്തത്. കെരാറ്റിൻ റീസ്റ്റോർ സംതിങ്. എന്തായാലും അവർ നമ്മളെ കൊണ്ട്, നിങ്ങൾക്കറിയാമല്ലോ അതന്നെ. അപ്പോൾ അതേ ഹെയർ സ്പാ തുടങ്ങാൻ പോവാണ്. മുടിയൊക്കെ ഇങ്ങനെ കെട്ടി വെച്ചിട്ടുണ്ട്, എന്തിനാന്ന് അറിഞ്ഞൂടാ. അപ്പോൾ എൻ്റെ അടുത്ത് പുള്ളി അറിയാം ഓയിൽ ചെയ്യണ്ടാന്ന് അറിയാം. സോ പുള്ളിയുടെ തിയറി വെച്ചിട്ട് ഹെയർ ഫോൾ അല്ലെങ്കിൽ ഹെയർ ഫ്രിസി ആവാനുള്ള റീസൺ നമ്മൾ ഹെയർ ഓയിലിങ് ചെയ്യുന്നതുകൊണ്ടാണ്. അപ്പോൾ അത് സ്റ്റോപ്പ് ചെയ്ത് നോക്കാനൊക്കെ എന്നോട് പറയാം. ഞാൻ പറഞ്ഞു എന്നെക്കൊണ്ട് പറ്റുമെന്ന് അറിയില്ല, ഐ വിൽ ട്രൈ. പിന്നെ അതേ ഹെയർ വാഷൊക്കെ ചെയ്ത് നമ്മൾ നേരെ വന്നിരുന്ന് സ്പായ്ക്ക് റെഡി ആവുകയാണ് കേട്ടോ. സോ ഇതേ ഹെയർ വാഷ് കഴിഞ്ഞു. ഞാനിവിടെ ഇങ്ങനെ ഇരിക്കുന്നു, നനഞ്ഞ കോഴിയെ പോലെ. ഇതെന്തിനെങ്കിലും ഓരോ സ്റ്റെപ്പ് പറയണമെന്ന് വെച്ചാൽ വെറുതെ ഒരു രസം. കുഞ്ഞ് ഗ്രീൻ ട്രെൻഡ്സാണ് അല്ല, ഉള്ളിലേക്കുണ്ട്, പക്ഷെ തിരക്കൊന്നുമില്ല. ഇത് കുറച്ച് ഉള്ളിലുള്ള സ്ഥലമായിട്ടുണ്ടാവും തോന്നുന്നു. എന്തായാലും നന്നായി. പിന്നെ വൈകുന്നേരം ആവുന്നല്ലേ ഉള്ളൂ, ആൾക്കാരൊക്കെ ഇറങ്ങുന്നേ ഉണ്ടാവുള്ളൂ. അപ്പോൾ അതേ നമ്മുടെ ഹെയർ സ്പായുടെ ക്രീം അപ്ലൈ ചെയ്ത് തുടങ്ങി. ഓരോ സെക്ഷൻ ബൈ സെക്ഷൻ എടുത്തിട്ട് മുടിയൊക്കെ നന്നായിട്ട് പോരുന്നുണ്ട് കേട്ടോ ആ സമയത്ത്. ഒരുമാതിരി മൊട്ടച്ചീനെ പോലെ ഉണ്ട് ഇങ്ങനെ വെച്ചിട്ട്. ഞാനിത് ഒരു 5 മിനിറ്റ് ഇരിക്കാൻ പറഞ്ഞു. അത് കഴിയുമ്പോൾ മസാജ് തുടങ്ങും എന്നാണ് പറഞ്ഞത്. മസാജിന് വേണ്ടി ഞാൻ വെയിറ്റിംഗ് ആണ്. മസാജ് ചെയ്യുമ്പോൾ അധികം വീഡിയോ ഒന്നും എടുക്കില്ല കേട്ടോ, എനിക്ക് റിലാക്സ് ചെയ്യണം. നോക്കാം. അങ്ങനെ ഫൈനലി ഇതേ മസാജിൻ്റെ ടൈമായി. എൻ്റെ ഫേവറേറ്റ് പാർട്ട് ഓഫ് ഹെയർ സ്പാ ആണ് കേട്ടോ ഈ ഹെഡ് മസാജ് കിട്ടുന്നത്. കുറേ നേരം കൂടി കിട്ടിയിരുന്നെങ്കിൽ എന്ന് വരെ ഞാൻ ആഗ്രഹിക്കാറുണ്ട്. എന്തായാലും ഇതേ ഞാൻ പോയി ഒന്ന് റിലാക്സ്ഡ് ആവട്ടെ. അങ്ങനെ നല്ല മെസ്സേജ് ആയിരുന്നു കേട്ടോ. അതിൻ്റെ ഇടയ്ക്ക് സത്യമായിട്ടും ഭയങ്കര റിലാക്സ് ആയിപ്പോയി. ഞാൻ ചെറുതായിട്ട് ഉറങ്ങിപ്പോയി. എന്നുവെച്ചാൽ നല്ല മെസ്സേജായിരുന്നു. അപ്പോൾ അതുകൊണ്ട് പിന്നെ അതിൻ്റെ ഇടയ്ക്ക് അല്ലെങ്കിലും നമ്മൾ റിലാക്സ് ചെയ്യുമ്പോൾ പിന്നെ അതിൻ്റെ ഇടയ്ക്ക് വീഡിയോ എടുത്ത് ബുദ്ധിമുട്ടിക്കാൻ പാടില്ലല്ലോ, അതുകൊണ്ട് ഞാൻ വീഡിയോ ഒന്നും എടുത്തില്ല. ആൻഡ് ഇപ്പോൾ സ്റ്റീം ചെയ്യാൻ വെച്ചേക്കുവാണ്. ഇനിയിപ്പോൾ ഒന്നുമില്ലല്ലോ, ഇനി വീണ്ടും ഹെയർ വാഷ് ചെയ്യുക, സെറ്റ് ചെയ്യുക. സ്റ്റീം ഇതേ വരുന്നു, നിങ്ങൾ കാണുന്നുണ്ടോ? ഇതെൻ്റെ മുഖത്ത് കൂടെ പോകുന്നു. അങ്ങനെ പിന്നെയും ഹെയറൊക്കെ വാഷ് ചെയ്തു. ആൻഡ് അതേ ഹെയർ ഡ്രൈ ചെയ്യാനായിട്ട് പോവാണ് കേട്ടോ. ഇനി ഹെയർ സെറ്റ് ചെയ്യാൻ പോവാണ്. നല്ല രസമുണ്ടല്ലേ? ആൻഡ് പുള്ളി നല്ല അടിപൊളിയായിട്ട് സമയം എടുത്ത് സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ. ആൻഡ് സീ ഗൈസ്, എനിക്കിത് ഭയങ്കര ഇഷ്ടപ്പെട്ടു.
ഹെയറിനുണ്ടല്ലോ ഒരു ജീവൻ വെച്ച പോലെ, തൊടുമ്പോൾ നല്ല സോഫ്റ്റ് ആട്ടോ. നിങ്ങൾക്ക് എന്തോരം ഡിഫറൻസ് ഇതിൽ കാണാൻ പറ്റുമെന്ന് എനിക്കറിയില്ല, ബട്ട് സെറ്റ് ചെയ്തതാണെങ്കിലും എല്ലാം എനിക്ക് ഇഷ്ടപ്പെട്ടു ഗൈസ്. സീ, നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? നല്ലല്ലേ? ഐ എം ഹാപ്പി. ഡേ ഫുൾ എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഇവിടെ അടുത്ത കസ്റ്റമറൊക്കെ വന്നു, ഞാൻ എന്തായാലും പോട്ടെ. അങ്ങനെ നമ്മൾ ഇറങ്ങാണ് എന്ന് വെച്ചാൽ കഴിഞ്ഞു, പോവാണ്. പിന്നെ ഹെയറൊക്കെ സ്പാ ചെയ്തല്ലേ, അപ്പം ഇനി പൊടി അടിച്ച് നശിക്കണ്ടെന്ന് വെച്ചിട്ട് ഞാനിതേ ഈ ഒരു ഷോൾ എടുത്തിട്ടുണ്ട് തലയിൽ കൂടെ ഇട്ട് കെട്ടാനായിട്ട്. അപ്പോൾ നമുക്കതിൽ അങ്ങോട്ട് പോവാം. ഓക്കെ, ബൈ. അപ്പം ഇനി വീട്ടിൽ ചെന്നിട്ട് കാണാം, അല്ലെങ്കിൽ ഇവിടെ വെച്ച് വ്ളോഗ് എൻഡ് ചെയ്യണോ? വീട്ടിൽ ചെന്നിട്ട് കാണാം. അപ്പം അങ്ങനെ വീട്ടിലെത്തി. സമയം ഇപ്പോൾ 6 മണിയായി. 4 മണിക്ക് ഇറങ്ങിയതാണ്. സ്പാ ചെയ്ത് സെറ്റ് ചെയ്തൊക്കെ വരുമ്പോൾ സമയം എടുക്കുമല്ലോ. പിന്നെ റോട്ടിൽ തിരക്കുണ്ട്. അടുത്തായിരുന്നു കേട്ടോ ഗ്രീൻ ട്രെൻഡ്സ്. എന്തായാലും സംഭവം എനിക്ക് ഇഷ്ടപ്പെട്ടു. എൻ്റെ ഹെയറിന് ഒരു ജീവൻ വെച്ച പോലെ തോന്നുന്നുണ്ട്. പക്ഷേ ഹെയറൊക്കെ പണ്ടത്തെക്കാളും നന്നായിട്ട് പോയിട്ടുണ്ട്. നമുക്ക് തിരിച്ചു പിടിക്കാൻ നോക്കാം. പുള്ളിയും പറഞ്ഞു നല്ല ഹെയർ ഫോൾ ഉണ്ട്. ഞാൻ പറഞ്ഞു എനിക്കറിയാം ചേട്ടാ എന്ന് പറഞ്ഞു. അപ്പോൾ അത്രേ ഉള്ളൂ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ജസ്റ്റ് ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ചുമ്മാ ഹെയർ സ്പാ ചെയ്യാൻ പോയപ്പോൾ ഒരു വീഡിയോ എടുത്താണെന്ന്. അപ്പോൾ നിങ്ങളാരെങ്കിലും ഇങ്ങനെ ഹെയർ സ്പാ ഒക്കെ ഫ്രിസി ആയിട്ടിരിക്കുമ്പോൾ എന്ത് ഹെയറിന് ചെയ്യുന്നോ അല്ലെങ്കിൽ ഹെയർ സ്പാ ചെയ്യാനൊക്കെ ആഗ്രഹമാണെങ്കിൽ ഒരു മോട്ടിവേഷൻ ആയിക്കോട്ടെ, വേഗം പോയി ചെയ്തോ. വെറുതെ ഇരുന്ന് കാശ് കളയാമല്ലോ. ഒരു 3000 രൂപ എൻ്റെ പോയിട്ടുണ്ട്. 3000 സംതിങ് ആയി ബില്ല്. GST വരുമല്ലോ. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ പെട്ടെന്ന് പ്ലാൻ ചെയ്തപ്പോൾ പെട്ടെന്ന് എടുത്ത വീഡിയോ ആണ്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.